എവിടെയാടാ നമ്മുടെ താരം? ഇതാ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. കൊടുക്കാൻ ഞാൻ. ഇതാടാ. അളിയാ അളിയാ, ശബരിമല പെയ്തോടെ നീ ഓക്കെ അല്ലേ? അതേടാ, ഇപ്പൊ ഞങ്ങള് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വന്നേ. എന്നാ പിന്നെ ഇങ്ങോട്ട് വന്നൂടായിരുന്നോടാ? ഇവിടെ പൊളിയല്ലേ? ഇങ്ങോട്ട് തന്നെ. ഏയ്, അങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങള്. ആദ്യം ഇവിടെയൊക്കെ ഞങ്ങളൊന്ന് അടിച്ചു പൊളിക്കട്ടെ. ദാ. ആടാ അളിയാ, ഞങ്ങളിവിടെ ഒരു കൂട്ടം ആൾക്കാര് നിന്നെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ആ, സ്വീകരിക്കുന്നൊക്കെ കൊള്ളാം. അതിന്റെ ദൃശ്യങ്ങളൊന്നും പുറത്തു വിട്ടേക്കരുത്. ഇപ്പോഴും ബന്ധുക്കളുടെ മുമ്പിലെ ഞാൻ വീൽ ചെയറില്ല. എടാ, ആ ബന്ധുക്കളൊക്കെ അടിച്ചിറക്കിയിട്ട് നീ നിന്റെ വീട്ടിൽ ചാണകവെള്ളം തളിക്കടാ. എന്നിട്ട് മഹിക്കൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. എവിടെ നിന്റെ ഭാര്യ? അടുത്തുണ്ട്. കൊടുക്ക്. ഹായ് മഹി. ഹായ് റിയാസേട്ടാ. എത്രയും പെട്ടെന്ന് അവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോര്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് രണ്ടെണ്ണത്തിനെ തൂക്കിയെടുത്തുണ്ടെങ്കിൽ പോരും. അവന്റെ ഫോൺ കൊടുത്തേ. കണ്ണാ മോനെ. ആ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവിടെ ഞാനും എന്റെ ഫാമിലി ഇല്ലാത്തതിന്റെ വലിയൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. അപ്പോ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ആഘോഷിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? എടാ, ഒന്ന് വെച്ചിട്ട് പോടാ. ശരി ഇളയാ, ഞാൻ രാത്രി വിളിക്കാം. ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്നിച്ച്. ഓക്കേടാ. ഓക്കെ ഇളയാ. വാ. ആ, ഇവിടെ ഇരിക്കാം നമുക്ക്. ഇരിക്കാം. വാ, ഇരിക്കും. അതെ, പെട്ടെന്ന് യാത്ര പ്ലാൻ ചെയ്തോ. അവരെല്ലാവരും നിന്നെ മഹിയും കാത്തിരിക്കുക. നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരെയല്ലേ? ഇത്തവണത്തെ വെഡിങ് ആനിവേഴ്സറി അവിടെ ആക്കിയാലോ? എന്തോടാ നീ പറയുന്നേ? അതിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനിടയ്ക്കൊന്നും പോകാൻ പറ്റില്ല. ജർമ്മനി പോവാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 2 ആഴ്ചയെങ്കിലും അവിടെ നിൽക്കണ്ടേ? 2 ആഴ്ചയല്ല, ചുരുങ്ങിയത് 1 മാസമെങ്കിലും നിൽക്കേണ്ടി വരും. അയ്യോ, അത്രയും നിൽക്കാൻ പറ്റില്ല. ഇവിടെ ബിസിനസ് എല്ലാം താറുമാറായി പോവും. എടാ, ബിസിനസ് നോക്കാൻ പറ്റിയ ആൾക്കാരെയൊക്കെ കമ്പനിയിൽ നിയമിക്കടാ. ഇപ്പൊ തന്നെ ഒരു സിവിൽ എഞ്ചിനീയർ വെച്ചിട്ടില്ലേ, ഒരു ബാലേന്ദ്ര സാറ്. അങ്ങനെയൊക്കെ പെർഫെക്റ്റ് അല്ലേ? പിന്നെ എന്താണ് കുഴപ്പം? ഏയ്, എന്നാലും ഒരു 2 ആഴ്ച കൂടുതലൊന്നും നിൽക്കാൻ പറ്റില്ലടാ. ഓ, പിന്നെ അങ്ങോട്ട് യാത്ര പോകുന്നതിന് മുമ്പ് ഒരു പ്രിപ്പറേഷനൊക്കെ വേണം. അതിനെന്തായാലും ഒരു 1 മന്ത് ഒക്കെ വേണ്ടി വരും. ഞാൻ പറയുന്നതേ, നമുക്ക് വിഷു കഴിഞ്ഞിട്ട് പോവാന്ന. എന്നാ പിന്നെ മെയ് മാസത്തില് ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ ചേട്ടാ? നമ്മൾ അവിടെ നിന്ന് വന്നിട്ട് കൊറേ ആയല്ലോ. ഇനിയിപ്പോ അവിടുത്തെ നമ്മുടെ ബിസിനസ് ഒക്കെ വിട്ടിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് ചേക്കേറാം. ഇനി കുറെ സമ്പാദിച്ചിട്ട് എന്താ കാര്യം? ആർക്ക് വേണ്ടിട്ടാ എല്ലാം ഉണ്ടാക്കി വെക്കുന്ന? ഏയ്, അങ്ങനെ നിരാശപ്പെടല്ലേ. നിങ്ങളെക്കാളും നിരാശയായിരുന്നു ഞങ്ങളുടെ ജീവിതം. എന്നിട്ട് ഇത്രത്തോളം എത്തിയില്ലേ? ഇനിയിപ്പോ നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കണം കണ്ണേട്ടാ, എത്രയും പെട്ടെന്ന്. അതാ എന്റെ പ്രാർത്ഥന. തോമസ് സാർ തന്ന മരുന്ന് ലേഖ കഴിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല മഹി. ഇനിയിപ്പോ പ്രതീക്ഷ അത്രയും നിങ്ങൾ രണ്ടാളിലോ. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിച്ചാ അത് ഞങ്ങളുടെയും കുഞ്ഞാ.